ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കായിരുന്നതുകൊണ്ടാണ് ഡേ 5 നമ്മൾ ഇടാനായിട്ട് ഇത്രയും താമസിച്ചത്. അപ്പം ഇന്ന് നമ്മുടെ ഗ്രോത്തിൻ്റെ ഡേ 5 ആണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു മോശ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ചിലപ്പോൾ ദേഷ്യപ്പെടുന്നതായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് സങ്കടപ്പെടുന്നതായിരിക്കാം. സങ്കടപ്പെടുന്ന ഒരു മോശ സ്വഭാവമല്ല, ദേഷ്യപ്പെടുന്നതും അല്ല. നമ്മുടെ ഒരു പീക്ക് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മളത് ചെയ്തു പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒരു മോശ സ്വഭാവം എന്താണ് അത് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് എങ്ങനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഡെയിലി നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ചെയ്യുക. അതായത് ഈ മോശ സ്വഭാവം എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡെയിലി ചെയ്യുക. ഇപ്പം നിങ്ങൾ ഒരു ആവശ്യമില്ലാതെ എല്ലാവരോടും തട്ടിക്കയറുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ മുതൽ ആരോടും ഇന്ന് ഞാൻ തട്ടിക്കയറത്തില്ല, ഇങ്ങനൊരു ഡിസിഷൻ എടുത്ത് പോകുക. ചിലപ്പോൾ ഒരു 96% അത് വർക്കാകത്തുള്ളായിരിക്കും. എന്നാൽ പോലും ആ 4% നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാകും അല്ലേ. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, പെർഫെക്ഷന് വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ ചെയ്ത കാര്യം ചെയ്തോ എന്ന് മാത്രം നമ്മൾ ഇതാക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തിന് നല്ലത് മാത്രമേ വരുത്താവുള്ളൂ. എല്ലാ സമയവും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തുമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മളുടെ വിശ്വാസം അത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അപ്പം ഡേ 5 നിങ്ങളിതാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രോത്ത് തുടങ്ങുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നമ്മുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും എല്ലാം നമ്മളാണ് റെസ്പോൺസിബിലിറ്റി. അത് നമ്മൾ ഏറ്റെടുക്കുക. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ആൾക്കാർക്ക് ഒരിക്കലും ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കത്തില്ല. കാരണം മറ്റാരുടെയെങ്കിലും തലയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കെട്ടിവെച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. സ്വയം നമ്മളൊന്നിനും വേണ്ടിയും ശ്രമിക്കത്തില്ല. പിന്നെ ഞാൻ ഈ നേച്ചറിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇടുന്നത് എന്താണെന്നറിയോ, നമുക്ക് എപ്പോഴും ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഒരു സമാധാനമാണല്ലേ. എപ്പോഴും ഒരു സന്തോഷം, സമാധാനം, ട്രാവൽ ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ ഇനിയും ഞാൻ എല്ലാ ദിവസവും ഇടുന്നതായിരിക്കും. നമ്മൾ 100 ഡേയ്സ് കൊണ്ടാണ് ഈ ഗ്രോത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ കൂടുതലുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.